ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കൂന്തൽ ഫ്രൈയുമായിട്ടാണ്, അതായത് കണവ ഫ്രൈ. ഇനി നമുക്കിത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ആദ്യം നമുക്ക് കണവ ക്ലീൻ ചെയ്യാം. ഇത് ക്ലീൻ ചെയ്യാൻ അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയാണ് ഞാനിത് കാണിക്കുന്നത്. ആദ്യം നമുക്ക് തലയുള്ള ഭാഗം അത് വലിച്ചുരിഞ്ഞെടുക്കാം. അത് കഴിഞ്ഞിട്ട് അത് രണ്ടായിട്ട് പിളർന്നിട്ട് അകത്ത് ഇതെല്ലാം ക്ലീൻ ചെയ്യാം. ഒരു നെടുകെ ഒരു സ്റ്റെം പോലത്തുള്ള സാധനമുണ്ട്, അത് കളയാം. അകത്തെ എല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് നമുക്കിനി തൊലി കളയാം. സിമ്പിളായിട്ട് ഞാൻ തൊലി ഇനി ഉരിഞ്ഞു വരും, ഒരു പാടൊന്നുമില്ല. വേണ്ടേ, പെട്ടെന്ന് തന്നെ അത് ഇളകി വരുന്നുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്കിത് ക്ലീൻ ചെയ്യാം, വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെ. ഞാൻ ഇതെല്ലാം നല്ലതായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതെല്ലാം ഞാൻ വൃത്തിയാക്കി എടുക്കുവാണ്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കാം. 2-3 വെള്ളത്തിൽ കഴുകിയാൽ പോരാ, ഒരുപാട് ഒരു 5-6 തവണയെങ്കിലും നന്നായിട്ട് ഇത് കഴുകണം. നന്നായിട്ട് വൃത്തിയായി കഴുകിയതിന് ശേഷം ഞാൻ സ്ക്വയർ പീസസിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ആദ്യം 1.5 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു അര സ്പൂണ് കുരുമുളക് ചതച്ചത്, പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ കുറച്ച് കോൺഫ്ലോർ. അതൊന്നും മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയാണ് ഈ കോൺഫ്ലോർ ആഡ് ചെയ്യുന്നത്. അതും കൂടി ഇട്ട് ഉപ്പ് ഇട്ടിട്ട് നമുക്ക് പുരട്ടിയെടുക്കാം. ഉപ്പ് ഇടുന്നത് ക്യാച്ച് ചെയ്തില്ല. അപ്പോൾ ഇത് നന്നായിട്ട് പുരട്ടിയിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടണം. വറുക്കാൻ എന്ത് പുരട്ടി വെക്കുമ്പോഴും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഇങ്ങനെ പുരട്ടി വെക്കുമ്പോൾ അത് നല്ലൊരു സ്മെല്ലാണ്. ഇനി ഒരു 10 മിനിറ്റത്തേക്ക് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അത് വറുത്തെടുക്കാനുള്ള പാൻ അടുപ്പ് വെച്ച് ചൂടാക്കാം. അതിനുശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കുറച്ച് ഒരു 5-6 ചുവന്നുള്ളി, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പിലയും കൂടെ ഞാൻ അത് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. മൂപ്പിച്ചെന്ന് വാടി എടുത്താൽ മതി. എന്നിട്ട് കണവയെല്ലാം ഞാൻ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഒന്നിച്ചാണ് വറുത്തെടുക്കുന്നത്, കാരണം ഇത് വറുത്ത് വരുമ്പോൾ ഒന്നും കാണത്തില്ല. ഇതിൻ്റെ പകുതിയെ കാണത്തുള്ളൂ വറുത്ത് വരുമ്പോൾ. അപ്പോൾ ഞാൻ ഇതെല്ലാം കൂടെ ഒന്നിച്ചിട്ട് കൊടുക്കുകയാണ്. അതൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. ഇതിനകത്ത് വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല. ഇത് വേവാൻ വേണ്ടി ഒന്ന് മൂടി വെച്ചാൽ മതി. ഇതിൽ ധാരാളം വെള്ളമുണ്ട്, തന്നെ ഇറങ്ങിക്കോളും. കണ്ടില്ലേ, 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കണ്ടേ വെള്ളം ഇറങ്ങിയേക്കുന്നുണ്ടല്ലോ. ഒരു 2 കപ്പോളം വെള്ളം ഇതിനകത്തുനിന്ന് ഇറങ്ങിയിട്ടുണ്ട്. എന്നിട്ട് മൂടി വെച്ച് ഈ വെള്ളത്തിൽ തന്നെ നമുക്കിത് വേവിച്ചെടുക്കാം. വെള്ളമൊക്കെ ഏകദേശം വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി തുറന്ന് വെച്ച് തന്നെ ഇത് ഡ്രൈ ആക്കി എടുക്കാം. വേണ്ടേ, ഇപ്പം നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇതൊന്നുകൂടെ നന്നായിട്ട് മൊരിച്ചെടുക്കാം. ഇത് മൊരിഞ്ഞ് വരുമ്പോൾ തന്നെ നല്ല സൗണ്ട് കേട്ടോ, കിടുക്കിടുക്കെന്നുള്ള സൗണ്ട് കേൾക്കാം കേട്ടോ. അതിനർത്ഥം ഇതൊന്ന് റെഡി ആയിട്ടുണ്ടെന്നാണ്. ഇത് കൂടുതൽ അങ്ങ് മൊരിച്ചെടുക്കാൻ പോകരുത്, റബ്ബർ കണക്കായിപ്പോൾ നമുക്ക് കഴിക്കാൻ അത്ര സുഖം തോന്നത്തില്ല. വേണ്ട, ഈ പരുവത്തിലാകുമ്പം നിങ്ങൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതാകുമ്പോൾ നല്ല കറക്റ്റ് പരുവത്തിനായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടേ. അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ താങ്ക് യു.